SFCNയുടെ 19ാമത് കോൺഫറൻസിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാർ, വിശ്വാസി സമൂഹം, നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം ഒരു പ്രാവശ്യം കൂടെ എന്നോടൊപ്പം തുറക്കുമോ? 3-ാമത്തെ അധ്യായത്തിലേക്ക്, അതിൻ്റെ 3-ാമത്തെ വാക്യം. പല ആവർത്തി നമ്മൾ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു, എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് നമ്മൾക്ക് ആ വാക്യം വായിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഈ ഒരു പ്രത്യേക വാക്യം മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുമിച്ച് തീരുമാനിക്കാതെ നടന്ന് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ഒബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഏതാണ്ട് ട്രിക്കി ആയിട്ടുള്ള, ഒരുപാട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഏത് മനുഷ്യനോട് ചോദിച്ചാലും അറിയാം, ഒരുമിച്ച് എഗ്രിമെന്റോടെ തുടങ്ങിയാലേ നടക്കാനൊക്കത്തുള്ളൂ, ഒരുമിച്ച് തീർക്കാനൊക്കത്തുള്ളൂ. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രവാചകൻ ഈ ഒരു അധ്യായത്തിൽ, ഈ വാക്യത്തിൽ പറയുവാനായി 3 ചോദ്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. ഇത് ഒരു ആൻസറാ. വാസ്തവത്തിൽ നമ്മൾ വായിക്കുന്ന ഈ ചോദ്യം ഒരു ആൻസറാണ്. 3 ചോദ്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ കൂടി വന്നു. എന്താണ് ആ 3 ചോദ്യങ്ങൾ? ഈ ആമോസ് പ്രവാചകന്റെ ഈ പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ 2 അധ്യായങ്ങളും പിന്നെ 3, 4, 5 അടുത്തൊരു ബ്ലോക്കാണ്. 6 മുതൽ ലാസ്റ്റ് ഒരു പാർട്ടാണ്. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ കേൾക്കാനായി ഒട്ടും താല്പര്യമില്ലാത്ത, എന്നാൽ അത്യാവശ്യം കേൾക്കേണ്ട judgment of God, oracles that reveals the heart of God, പണിഷ് ചെയ്യുന്ന, ജഡ്ജ് ചെയ്യുന്ന ദൈവത്തിന്റെ അൺകോംപ്രമൈസിങ് ഷാർപ്പ് വേർഡാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ. 3, 4, 5 അധ്യായങ്ങൾ, എല്ലാ അധ്യായവും ഈ 3, 4, 5 മൂന്നും തുടങ്ങുന്നത് ഒരു വാക്കിലാണ്. ഹിയർ ദ വേർഡ്. 3 തുടങ്ങുന്നത് ഹിയർ ദ വേർഡ്. 4ന്റെ 1 ഹിയർ ദ വേർഡ്. 5ന്റെ 1 ഹിയർ ദ വേർഡ്. ദൈവവചനം കേൾക്കാനായി ഒരു ആഹ്വാനം. 6 മുതൽ പ്രവാചകന് ലഭിച്ച ദർശനങ്ങൾ കൈമാറുന്നു. ഈ 3ന്റെ 3 ഒത്തനടുക്കായിട്ട് പ്രവാചകൻ പറഞ്ഞു വരുന്നത്, വാസ്തവത്തിൽ ആ കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും, യഹൂദ രാജാവ് എന്ന് പറയുമ്പോൾ 2 ട്രൈബ്സ്, സദേൺ കിങ്ഡം, ഉസിയാവാണ് ഭരിക്കുന്നത്. ഏകദേശം 750 BC. മുകളിൽ ഇസ്രായേൽ രാജാവായ നോർത്തേൺ കിങ്ഡം, 10 ട്രൈബ്സ്. 750 കാലഘട്ടത്തിൽ യോവാശിന്റെ മകനായ യെരോബെയാമിന്റെ, ജെറോബെയാം 2 കാലത്ത് ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പ്, ഇതാണ് ആ ഡേറ്റിലേക്ക് അറൈവ് ചെയ്യാൻ പുസ്തകത്തെ പഠിക്കുന്നവരെ സഹായിക്കുന്നത്. അറൌണ്ട് 750 BC. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത 930-31 ആ സമയത്താണ് ശലോമോൻ മരിക്കുന്നതും കിങ്ഡം ഡിവൈഡഡ് ആകുന്നതും. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ, മിസ്രൈമെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. പക്ഷേ ശലോമോന്റെ മരണശേഷം ഇത് 2ആയിട്ട് ഛിന്നമായി പോകുന്നു, 10 ട്രൈബും 2 ട്രൈബ്സും. എന്നാൽ ആ ക്ഷീണമൊക്കെ മാറി. അറൌണ്ട് 180-190 ഇയേഴ്സ് കഴിഞ്ഞു ഈ പാർട്ടിഷൻ കഴിഞ്ഞിട്ട്. പൊളിറ്റിക്കൽ റൈവൽറി, അങ്ങോട്ടും ഇങ്ങോട്ടും നോർത്തും സൗത്തും ഉള്ള യുദ്ധമൊക്കെ ഒന്ന് ശാന്തമായി. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൈവന്നു.
ആൾക്കാർക്ക് പൊതുവെയുള്ള സാക്ഷ്യം, താങ്ക് ഗോഡ്, ഗോഡ് ഹാസ് restored us. Yes, we are not together. South and north is still separate, but we are not fighting. At least we are not fighting. We don't have to use our weapons. അത് മാത്രമല്ല, പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖലയിലും ചെയ്യുന്നതെല്ലാം സാധിക്കുന്ന ഒരു പ്രത്യേക സമയം. ജെറോബിയാം 2 നേതൃത്വത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന നോർത്ത്, ഉസിയായുടെ നേതൃത്വത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന സൗത്ത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും പ്രോസ്പെരിറ്റിയും അതോടൊപ്പം അവർ പറയും, വി ഹാവ് നോട്ട് ഫോർസേക്കൺ അവർ ഗോഡ്. റിലീജിയനുമുള്ള ഈ 3 കാര്യങ്ങളും ഉള്ള സമയത്ത് പ്രവാചകനായ ആമോസ് പറഞ്ഞു തുടങ്ങുകയാണ്. തുടങ്ങുന്നത് 1:3 വാക്യത്തിൽ, ഡമസ്കസിന് നേരെ, ഈ നോർത്തിനെയും സൗത്തിനെയും ചുറ്റി നിൽക്കുന്ന 6 നേഷൻസിനെ പ്രവാചകൻ ജഡ്ജ്മെന്റിൽ ഡിസേൺ ചെയ്തുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് 1:3 മുതലുള്ള വാക്യങ്ങൾ. 3-ാം വാക്യത്തിൽ, Damascus, punishment is coming your way. You have to be careful. അവിടെ രക്തം വീഴും, അവിടെ തീ വരും, അവിടെ ദൈവം അടിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിക്കും. ഇനി ആരാ? ഡമസ്കസ് കഴിഞ്ഞിട്ട് ഇനി ആരാ? 3 കഴിഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ, ഗസ, സൂക്ഷിക്കണം, there is coming punishment your way. അവനും കിടുകിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ചിന്തിക്കുക, ഇനി ആരാ? 3-ാം വാക്യത്തിൽ ഡമസ്കസ് കഴിഞ്ഞു, 6-ാം വാക്യത്തിൽ ഗാസ കഴിഞ്ഞു, 9-ാം വാക്യത്തിൽ താണ്ടു വരുന്നു ടയർ. സോര്, നീയും ശ്രദ്ധിച്ചോണം, അടി വരുന്നു നിനക്ക്. ശ്രദ്ധിക്കുക എല്ലാരും. ആമോസേ, അടുത്തതാരാ ഇനി? സോര് കഴിഞ്ഞിട്ട് ആമോസ് പ്രവാചകൻ പറയുക, ഏദോമേ നീ സൂക്ഷിക്കണം, നിനക്കടി വരുന്നു. 11-ാം വാക്യത്തിൽ. 13-ാം വാക്യത്തിൽ അമ്മോന്യരെന്ന് വിളിച്ചിട്ട് പറയുക, നിനക്കും അടി വരുന്നു, നീ സൂക്ഷിച്ചോണം. എല്ലാരും പരിഭ്രാന്തരായിരിക്കുകയാണ് ഈ പേരുകളെല്ലാം കേൾക്കുമ്പോൾ. ഡമസ്കസിന് അടി വരുന്നു, ഗസയ്ക്ക് അടി വരുന്നു, ടയറിന് അടി വരുന്നു, ഏദോമിന് അടി വരുന്നു, അമ്മോന്യർക്ക് അടി വരുന്നു. 2:1 മോവാബേ സൂക്ഷിക്കണം, നിനക്കടി വരുന്നു. നോർത്തേൺ ട്രൈബിലുള്ളവരും സദേൺ ട്രൈബിലുള്ളവരും പറയുകയാണ്, thank God, we are serving a just God, we are chosen by God. Thankfully, judgment is happening around us, we are spared. വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, കാറ്റടിക്കുമ്പം ഞങ്ങളുടെ വീട്ടിൽ അടിച്ചില്ല, രോഗം വരുന്നത് അപ്പുറവും ഇപ്പുറവുമാ, ഞങ്ങളെ സൂക്ഷിച്ചു, കാരണം ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഈ സാക്ഷ്യത്തിൽ അവർ നിൽക്കുകയാണ്. എന്നാൽ 2:4 വാക്യത്തിൽ വിപ്ലവകരമായ പ്രവാചകന്റെ ശബ്ദം, യഹൂദയെ നീ സൂക്ഷിക്കണം. ഈ ഗസയ്ക്കും ഡമസ്കസിനും സംഭവിക്കാൻ പോകുന്നത് പോലെ, God is watching you. You are not spared because you are chosen. You should have been more accountable, more responsible. അവിടെ തീ വീഴാൻ പോകുക. You should be careful. സദേൺ കിങ്ഡത്തിലുള്ള യഹൂദയിലെ ഉസിയ രാജാവും കേട്ട അസറിയായും പുരോഹിതന്മാരും എല്ലാം പറയുക, what is happening? ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ 3:3 എന്നുള്ളത് 3 ചോദ്യങ്ങൾക്ക് മറുപടിയാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ us? എന്തുകൊണ്ടാ ഞങ്ങൾ? എന്തിനാ ദൈവം ഞങ്ങൾക്ക് നേരെ വടിയെടുക്കുന്നത്? ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരായപ്പോ, അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുമ്പോ, ദൈവത്തെ വിളിച്ച് ജീവിക്കുമ്പോ, ബഥേലും ഗിൽഗാലും ആരാധന സ്ഥലമായി ഞങ്ങൾക്കുള്ളപ്പോ, അപ്പുറത്ത് യെരുശലേം ടെമ്പിൾ ഉള്ളപ്പോ, why us? You should have spared us. Punish Gaza, punish Tyre, but not us. We love you, we want to serve you, we worship you. എന്താ ദൈവമേ, why us? 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹൂദ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചിന്തയിൽ പറയുക,
7 ആ പൂർണ്ണ സംഖ്യ കണ്ടപ്പോ നോർത്തേൺ കിങ്ഡം പ്രതീക്ഷിച്ച് കാണും, ഇല്ലില്ല കഴിയും 6 കഴിഞ്ഞു. സദേൺ ആൾക്കാർക്ക് യഹൂദായിക്കും അടിയുണ്ട്, പക്ഷേ പൂർണ്ണമായെന്ന് തോന്നുന്നു, ആയിട്ടില്ല. 2:6 പറയുക, നിങ്ങളും ഇസ്രായേലേ, you have to be very careful because there is punishment coming your way എന്ന് പറഞ്ഞാൽ, ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, nobody is spared. ആരെയും വിട്ടിട്ടില്ല. ഡമസ്കസ് മുതൽ ഇസ്രായേൽ വരെ എല്ലാവരോടും ഒരുമിച്ച് പറയുന്നു, ശ്രദ്ധിച്ചോണം, നിനക്ക് അടി വരുന്നു. ഈ കോൺഫറൻസിൽ ഈ തീം ദൈവത്തിന്റെ നിയോഗത്താലാണ് കർത്തൃദാസന്മാർ തിരിച്ചറിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കണമേ, ഇന്ന് രാത്രിയിൽ SFCNA കോൺഫറൻസിൽ വന്ന എല്ലാവരുമേ, ആരുടെ കയ്യിലാണ് നമ്മൾ പിടിച്ച് നടക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കിന്ന് രാത്രി ഉണ്ടാകണം. ഇത് ബീച്ചിലുള്ളൊരു നടപ്പല്ല, ഇത് അഗ്നിക്കനലിന്മേലുള്ളൊരു യാത്രയാണ്. എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ്, എന്നെ മാനിച്ചു എന്ന് പറഞ്ഞ്, I am not spared. The eyes of God is looking at us even this night. അവരുടെ ചോദ്യം, why us? We are chosen. അത് തന്നെ ആ ദൈവം അങ്ങോട്ട് പ്രവാചകനിലൂടെ തിരിച്ചു പറയുന്നത്. നിന്റെ മനസ്സിലുള്ള ചോദ്യം ഉണ്ടല്ലോ, എന്തിനാ ദൈവമേ ഞങ്ങളെ അടിക്കുന്നേ? ഞങ്ങൾ തെരഞ്ഞെടുത്തവരല്ലേ? 3:1-2 നോയിക്കേ. ഈ മനസ്സിലെ ചോദ്യത്തെ പ്രവാചകനിലൂടെ ദൈവം അഡ്രസ് ചെയ്യുക. നീ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ നിന്നെ അടിക്കുന്നതല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കവനന്റ് പീപ്പിൾ അല്ലേ? യു ഷുഡ് ഹാവ് സ്പെയർഡ് us. നിന്റെ മൈൻഡിലെ ആ ക്വസ്റ്റ്യൻ, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ കുറിച്ചും ഞാൻ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ വംശത്തെ കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഏത് വചനം? ഭൂമിയിലെ ഡമസ്കസ് പോലെ അല്ല നിങ്ങൾ, ഗസ പോലെ അല്ല നിങ്ങൾ, ടയർ പോലെ അല്ല നിങ്ങൾ, അമോന്യരെ പോലെയോ ഏദോമ്യരെ പോലെയോ മോവാബ്യരെ പോലെ അല്ല നിങ്ങൾ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ, അടുത്ത വാക്കാണ് എൻ്റെ ഹൃദയം തുളയ്ക്കുന്നത്, ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, എന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം എന്നെ മാത്രം തെരഞ്ഞെടുത്തു. വാട്ട് എ പ്രിവിലേജ് എന്നാ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. Yes, it is a privilege, but it comes with huge accountability and responsibility to hold hands with the living God, the Lord of hosts, and walk in accordance with the statutes of God, matching our attitude and character with this holy God. Otherwise, we are bound to have destruction on our head. കാരണം കൈപിടിച്ചിരിക്കുന്നത് നമ്മളെ പോലെ ഒരാളല്ല. ഈ കൈപിടിച്ച ആളിന് നമ്മളോട് പറയാനുള്ളത് 2:9 അമോര്യനെ അവരുടെ മുമ്പിൽ, ഞാൻ ദമസ്കോസിന് വേണ്ടിക്കും ഗസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇവരെ ഇഷ്ടമാ. ആരെ? ഇസ്രായേലിനെ, യഹൂദയെ. This is mine. ഞാൻ അവരെ തെരഞ്ഞെടുത്തത് കൊണ്ട് അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നശിപ്പിച്ചു. ഞാൻ അവരെ 10-ാം വാക്യത്തിൽ പുറപ്പെടുവിച്ചു. എന്നിട്ട് പറയുക, അമോര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം ഞാൻ മരുഭൂമിയിലൂടെ കൈ പിടിച്ച് നടത്തി. ഞാൻ നിന്നെ പുറപ്പെടുവിച്ചു, നിനക്കെതിരെ നിന്നവരെ നശിപ്പിച്ചു, ഞാൻ നിന്റെ കൂടെ നടന്നു. നീ ചിന്തിച്ചത് എന്താ? It is all fun. We are taking a walk on the beach and have a comfortable life. ദൈവം പറയുന്നത്, no, I was doing all of this. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീക ഭൗതിക നന്മകൾ ചുമ്മാ
ചുമ്മാ അങ്ങോട്ട് കൈവച്ച് തന്നതല്ല. ഒരു പ്രതീക്ഷയോടെ മറ്റുള്ളവർക്ക് സുവിശേഷം മറഞ്ഞിരുന്നപ്പോ എൻ്റെ ഉള്ളിൽ സുവിശേഷം മനസ്സിലാകാൻ വേണ്ടി കൃപ വ്യാപരിച്ച് എൻ്റെ കണ്ണു തുറന്നതും എനിക്ക് കിട്ടിയ പല അർഹിക്കാത്ത നന്മകളും ചുമ്മാ സ്തോത്രം പറഞ്ഞു മാത്രം ഇരിക്കാനുള്ളതല്ല. ഇത് കൈ പിടിച്ച് നടക്കുന്നവന്റെ ഹൃദയമിടുപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഈ തലമുറയിൽ തെരഞ്ഞെടുത്തവരാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുന്നത്, യോ ഐ ഡോണ്ട് ഡിസർവ് എനിത്തിങ്, ഗോഡ് ഹാസ് ചോസൺ. ഇതെല്ലാം മാറ്റി, എൻ്റെ ശാപം മാറ്റി, എൻ്റെ കെട്ട് മാറ്റി. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ? 4-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കാം. ഈ തെരഞ്ഞെടുപ്പാണ് ഇവരുടെ ക്വസ്റ്റ്യൻ. ഞങ്ങളെ തെരഞ്ഞെടുത്തു, പക്ഷെ എന്തിനാ അടിക്കുന്നേ? 4:11 നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? യെസ്, ദാറ്റ് ഈസ് മൈ സ്റ്റോറി. കത്തുന്ന തീയിൽ നിന്ന്, നശിക്കേണ്ട കുടുംബത്തിൽ നിന്ന് ഒരു കൊള്ളി പോലെ അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ക്വസ്റ്റ്യൻ, രണ്ടുപേരൊത്തിട്ടല്ലാതെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യന്റെ മറുപടിയാ. ഏത് ക്വസ്റ്റ്യൻ? എന്തിനാ ഞങ്ങളെ അടിക്കുന്നത്? എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഉടമ്പടി വെച്ച് നമ്മൾ നടത്ത തുടങ്ങിയതല്ലേ. 30 വർഷം മുമ്പോ 40 വർഷം മുമ്പോ യേശുവേ അങ്ങന്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞത് കേവലം ഒരു ക്രീഡൽ കൺഫഷൻ മാത്രമല്ലായിരുന്നു. അതർത്ഥ നീ എൻ്റെ കർത്താവാണ്, നീ അയക്കുന്നിടത്തെ ഞാൻ പോകുകയുള്ളൂ, നീ പറയുന്നതേ ഞാൻ പറയത്തുള്ളൂ, നീ തരുന്ന ജ്ഞാനം പോലെ ഞാൻ പണം ചെലവഴിച്ചു കൊള്ളാം, അങ്ങയുടെ ഭാവം എന്നിൽ വളരണമേ, ഞാനോ കുറയണം, നീയോ വളരണം. ഇങ്ങനെ ഒരു കവനന്റിലേക്കല്ലേ നമ്മളെ പ്രവേശിച്ചത്. ഈ കവനന്റിൽ പ്രവേശിച്ചവർ കൈപിടിച്ച് നടക്കുമ്പോ, ഇതിൻ പ്രകാരം ജീവിക്കാതിരിക്കുമ്പോ ദൈവം പറയുക, I have all the right to punish you because we have started the journey together, signing up a covenant that you will abide with my statutes and law. ഇങ്ങനൊരു കവനന്റിലാണോ നമ്മൾ പ്രവേശിച്ചത്? പലപ്പോഴും ഇസ്രായേൽ മക്കളെ പോലെ നമുക്ക് സംഭവിക്കുന്നത്, I am chosen, I am privileged, but let me live my way. I don't mind giving tithe, I don't mind coming to the church, but please don't interfere into my personal space. വിശ്വാസിക്ക് കവനന്റിൽ പ്രവേശിച്ച ആൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഇല്ല. അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ലോക സ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആ സൗഭാഗ്യം ഓർത്താൽ ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? യെസ്, ഐ ആം ചോസൺ ബൈ ഗോഡ്. എന്നെ തെരഞ്ഞെടുത്തു. എന്തിനാ? ഇവിടെ വന്നത് മാത്രം ഇരിക്കാനല്ല, വിശുദ്ധനാകാൻ, നിഷ്കളങ്കനാകാൻ. ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു. പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ. അനുസരണക്കേടിന്റെ മക്കളായിരുന്നു നമ്മൾ. ഈ ലോകത്തിൽ ക്രോധത്തിന്റെ പാർത്തരായി നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന നമ്മളെ സുവിശേഷത്തിലൂടെ വീണ്ടും ചരിപ്പിച്ച് തന്റെ മഹാസ്നേഹ നിമിത്തം, തന്റെ കരുണ നിമിത്തം, തന്റെ മനസ്സലിവ് നിമിത്തം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലോകത്തിലെ എന്തോ പ്രാപിപ്പാനല്ല, ആ ഹൃദയമിടുപ്പനുസരിച്ച് അങ്ങയുടെ ഹിതം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കാനാ ദൈവമക്കളെ.
അങ്ങയുടെ ഹിതമല്ലാതെ എന്റെ വീട്ടിൽ ഒരു ഡോളർ കയറരുത്. അങ്ങയുടെ ഹിതമല്ലാതെ എന്റെ ഗരാജിൽ ഒരു കാറ് കയറരുത്. അങ്ങയുടെ ഹിതമില്ലാത്ത ഒരു വിവാഹം എനിക്ക് വേണ്ട. അങ്ങയുടെ ഹിതമില്ലാത്ത ഒരു ജോലി എനിക്ക് വേണ്ട. എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. I want to hear your voice. I want to walk in your way. പ്രിയ ദൈവമക്കളെ, ഈ കോൺഫറൻസിൽ ദൈവം വിളിക്കുന്നു. God is calling you. ദൈവം വിളിക്കുന്നു. Come walk with him. അവനോട് കൂടെ നടക്ക്. അവന്റെ പ്ലാൻ മനസ്സിലാക്ക്. അവനൊരു പദ്ധതിയുണ്ട് നിന്റെ ജീവിതത്തെ കുറിച്ച്. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ നടക്കേണ്ട ഒരു ട്രാക്ക്. എഫേസ്യർ 2:10 ഭാഷയെ പറഞ്ഞാൽ, he has prepared in advance for us to walk in it, that we may display his glory, not our glory, his name to the people around us. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി അവർക്ക് കിട്ടി. ഞങ്ങളെ എന്തിനാ അടിക്കുന്നേ? വി ആർ ചോസൺ. നേരെ തിരിച്ച് ദൈവം പറയാ, യെസ്, ഐ എം ഗോയിങ് ടു പണിഷ് യു ജസ്റ്റ് ബിക്കോസ് യു ആർ ചോസൺ ആൻഡ് ഗിവൺ മോർ ദാൻ അതേഴ്സ്. രണ്ടാമത്തെ അവരുടെ ചോദ്യം, ബട്ട് വൈ ഗോഡ്? വൈ അസ് എന്നുള്ളത് കഴിഞ്ഞു. വൈ ഗോഡ്? ദൈവത്തെ കുറിച്ചുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നറിയാം. പുറപ്പാട് പുസ്തകത്തിലൊക്കെ അവർ കേട്ടതാ. 34:6 യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം എങ്ങനെയുള്ള ആളാ? കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും. ചില ഇസ്രായേൽ മക്കളുടെ അകത്ത് ക്വസ്റ്റ്യൻ, why us? ഇലക്ഷനോടുള്ള ബന്ധത്തിൽ. Now, why God? Because you have told us അങ്ങ് ദീർഘക്ഷമയുള്ള ദൈവമാണ്, അങ്ങ് മനസ്സലിവുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്. ഇപ്പൊ ഞങ്ങളെ പിടിച്ച് ഗസായുടെ കൂടെ ഇട്ടോ, ഇപ്പൊ ഞങ്ങളെ പിടിച്ച് ദമസ്കസിന്റെ കൂടെ ഇട്ടോ. It's not working connection. ഞങ്ങൾ ഓർത്തത് കരുണയുള്ള ദൈവമല്ലേ. പക്ഷേ ആ 34:6 കഴിഞ്ഞ അടുത്ത വാക്യത്തിൽ എന്താണെന്നറിയാം? 1000 ദയപാലിക്കുന്നവർ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അടുത്ത വാക്ക് കേൾക്കണം, കുറ്റമുള്ളവനെ വെറുതെ വിടാത്തൊരു ദൈവം. നമുക്ക് പലപ്പോഴും ദൈവത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, എന്നെ തെരഞ്ഞെടുത്തു, നല്ലൊരു പിതാവ് അവിടെ എനിക്ക് വേണ്ടിയുണ്ട്, നല്ലൊരു സ്നേഹിതനാ. ഇത് രണ്ടും കറക്റ്റാ. നല്ല സ്നേഹിതനാ, നല്ല പിതാവാ. പക്ഷെ ഒരു വെളിപ്പാട് പ്രാപിക്കണം. അവന്റെ കൂടെ നടക്കുമ്പോ, ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോ, ദൈവത്തിന് തന്റെ നാമം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ നാമം പേറി, ആ നാമം ചൊല്ലി കയ്യെ പിടിച്ചോണ്ട് നടക്കുമ്പോ, ആ നാമത്തിന് ചേരാത്ത സ്വഭാവം എന്നിൽ വന്നാൽ ദൈവം തിരിഞ്ഞു പറയും, നമ്മൾ എഗ്രി ചെയ്തിട്ടല്ല ഈ യാത്ര തുടങ്ങിയത്. We have agreed to walk together. Now you are letting me down. Even after giving so much into your life, you are letting me down. I will not fold my hands and watch. I am a holy God. ഇതല്ലേ പ്രവാചകന്മാർ പറഞ്ഞത്? Holy, holy, holy. There is none beside thee. അങ്ങ് വിശുദ്ധനായ ദൈവമാ, കറയെ മാറ്റാത്ത ദൈവം, കറയെ കണ്ടില്ലെന്ന് വെക്കാത്ത ദൈവം. Riches can take us above the laws of man, but not above the law of God. സമ്പത്ത് എന്നുള്ളത് മനുഷ്യന്റെ നിയമങ്ങൾക്ക് മീതെയാക്കാം നമ്മളെ. പക്ഷേ ദൈവത്തിന്റെ, വിശുദ്ധനായ ദൈവത്തിന്റെ മീതെ ഇരുത്താൻ ഈ സമ്പത്തിന് കഴിയുകയില്ല ദൈവമക്കളെ. സന്തോഷ് പാസ്റ്റർ ഓർപ്പിച്ച ആ വാക്കൊന്ന് 4-ാം അധ്യായം 6:4 മുതൽ
ഈ ജഡ്ജ്മെന്റ് വരുന്നു എന്ന് പറയുമ്പോ ഇവരുടെ സാക്ഷ്യം എന്താണെന്നറിയാമോ? 6:4 നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും. ഇതെല്ലാം അവരുടെ സാക്ഷ്യമാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾ പറയുന്നതാണ്, എന്നെ തിരഞ്ഞെടുത്തു, എനിക്ക് നല്ലൊരു പപ്പ ഉണ്ട്, നല്ല ഡാഡി. എന്തോ തന്നു? ആനക്കൊമ്പ് കൊണ്ടുള്ള കസാര തന്നു. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ചാരിയിരിക്കുക, എക്സ്പെൻസീവ് ഫർണിച്ചർ. എന്നിട്ട് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാകളെയും ബെസ്റ്റ് മീറ്റ്. ഇതിനെല്ലാം അവർ പറയുന്നത്, ഐ ആം ഇൻ എഗ്രിമെന്റ് വിത്ത് ഗോഡ്. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിൽ കിട്ടി എനിക്ക്, നല്ല മട്ടൻ കിട്ടി എനിക്ക്. ഗോഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. അടുത്ത 5-ാം വാക്യത്തിൽ നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്തു. ഞാൻ ഒരുപാട് ചിന്തിച്ചു, വ്യർത്ഥ സംഗീതമോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. വോയിഡ് സിംഗിങ്, വോയിഡ് വർഷിപ്പ്. We can sing, we can compose songs, we can publish albums, but if we don't have the heartbeat of God in us, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയല്ല നമ്മൾ പോകുന്നതെങ്കിൽ ഈ പാട്ടിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഈ സംഗീതത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം വിശുദ്ധനായ ദൈവത്തിന്റെ കയ്യെ പിടിച്ചോണ്ട് നടക്കുമ്പോ ദൈവത്തെ കുറിച്ചുള്ളൊരു ബോധ്യം ആരെന്ന് നമുക്കുണ്ടാകണം. ഇന്ന് എല്ലാരും പല കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൈവവുമായിട്ടാണ് ഒരു ബന്ധം കാണത്തില്ല. ജീവിതത്തിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത പലതും കാണും. എന്നാൽ അതിന്റെ നടുവിൽ പറയും, നല്ല മ്യൂസിഷ്യനാ, നല്ല പാട്ടുകാരനാ. ഇത് മനുഷ്യർക്ക് അപ്രിസിയേഷൻ കിട്ടാൻ നല്ലതാ. കയ്യെ പിടിച്ചിരിക്കുന്ന ദൈവം പറയും, മോനെ, നിന്റെ ഈ കട്ടിലോ നിന്റെ ഈ സംഗീതമോ, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നല്ല കയറി വരുമ്പോ നല്ല മണവാ, പെർഫ്യൂം. ഇതെല്ലാം പറയും ദൈവം എനിക്ക് തന്നു, ദൈവം എനിക്ക് തന്നു. വിശുദ്ധനായ തന്റെ നാമത്തെ ഓർത്ത് സീലുള്ള ദൈവം പറയുന്നു, don't try and make me your slave. I am not like that. നിന്റെ പെർഫ്യൂമിൽ വീഴുന്ന പാസ്റ്റേഴ്സ് കാണും, നിന്റെ കട്ടിലിൽ വീഴുന്ന ലീഡേഴ്സ് കാണും, but I am not like that. I am a holy God. എന്ത് കാര്യം ചെയ്തിട്ട് കല്യാണം നടത്താൻ ആളിനെ കിട്ടും, പൈസ ഇറക്കിയാ മതി. വിശുദ്ധരായ ചിലപ്പോ ഒരാൾ പറയും, നോ, ഇങ്ങനെയുള്ള കല്യാണത്തിന് നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ പാസ്റ്റർ, യു ഡോണ്ട് കം, വി വിൽ ഡു ഇറ്റ്. യെസ്, പൈസയ്ക്ക് ഒരുപാട് കാര്യം ഈ ലോകത്തിൽ ചെയ്യാം. പൈസയ്ക്ക് ദൈവത്തിന്റെ കമാൻഡ്മെന്റിന് മീതെ കയറാൻ ഒക്കത്തില്ല. ഇതിനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് ചേരാത്തത് സഭയ്ക്കകത്ത് കയറുമ്പോ, വിശുദ്ധനായ ദൈവത്തിന് ചേരാത്തത് വ്യക്തിപരമായ ജീവിതത്തിൽ കയറുമ്പോ, കയ്യെ പിടിച്ചിരിക്കുന്നത് മനുഷ്യനല്ല കളിപ്പിക്കാൻ, കയ്യെ പിടിച്ചിരിക്കുന്നത് ഒരു പാസ്റ്ററല്ല പെർഫ്യൂമിന്റെ മണത്തിൽ വീഴാൻ. ഇത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. പർവ്വതങ്ങളെ ഉണ്ടാക്കിയവൻ, സമുദ്രത്തെ കയ്യിൽ വഹിക്കുന്നവൻ, പകലിനെ നോക്കി ഇരുട്ടാക്കാൻ ശക്തിയുള്ള ഈ വലിയ ദൈവം, ഈ ഉന്നതനായ ദൈവം, ഈ വിശുദ്ധനായ ദൈവം. ഇന്ന് രാത്രി വിശുദ്ധനായ ദൈവത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. ആരുടെ കയ്യിലാ ഈ കയറി പിടിച്ചിരിക്കുന്നത്? നമ്മുടെ ഇഷ്ടമായിട്ട് ഇങ്ങ് കൊണ്ടുപോകാനൊക്കത്തില്ല ഈ വ്യക്തിയെ. ഇത് നമ്മളെ പോലൊരു വ്യക്തിയല്ല. നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് സുഖങ്ങൾ തരാനല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ നടക്കുന്ന വ്യക്തി എന്റെ പണത്തിൽ വീഴുന്നയാളല്ല, എന്റെ സ്വഭാവ രൂപീകരണത്തെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുത്തവരോട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് 4:1, ആസ് എ പ്രിസണർ ഐ ആം പ്ലീഡിംഗ് വിത്ത് യു, ലിവ് എ ലൈഫ് worthy of the calling you have received.
വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക. അത് വസ്ത്രധാരണത്തിൽ യോഗ്യമാവണ്ണം, വിവാഹത്തിൽ യോഗ്യമാവണ്ണം, സാമ്പത്തിക മേഖലയിൽ യോഗ്യമാവണ്ണം. ഇതൊരു മനുഷ്യനല്ല നമ്മുടെ കുറവിനെ കണ്ണടയ്ക്കാൻ, ഇത് ന്യായം വിധിക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ അവരുടെ ചോദ്യം, ഒന്ന്, why us? മറുപടി ഉണ്ട്, we agreed, we started together. Why God? Why you are doing it? Yeah, in agreement, it was not just forgiveness and love. It was also my statutes and my commandments. You were supposed to walk in it. Walk with me. അടുത്തത് അവരുടെ ഒരു വലിയ ചോദ്യം, why Amos? എന്താ ആമോസിനെ വിട്ടത്? വാസ്തവത്തിൽ പല വേദപണ്ഡിതന്മാരും കരുതുന്നത് ഈ 3:1 മുതൽ പ്രവാചകനായ ആമോസിന്റെ ഒരു ഡിഫൻസിന് വേണ്ടിയായിരിക്കും ഇത് പറയുന്നതെന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി സ്റ്റേബിളായ ഒരു സമയമായത്. ആ സമയത്ത് വടക്ക് 10 ഗോത്രങ്ങളും സെറ്റിൽ ഡൗൺ, തെക്കിലെ 2 ഗോത്രം സെറ്റിൽ ഡൗൺ. അപ്പൊ ദാ വരുന്നു തെക്കോവയിൽ നിന്നുള്ള, തെക്ക് ദേശത്തുള്ള ഒരു ഇടയനും കർഷകനും. എന്തുവാ ഈ വ്യക്തിക്ക് പറയാനുള്ളതെന്നറിയാം? 1:2 വാക്യം ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞതോ, ഈ തെക്കോവയിൽ നിന്നുള്ള ആട്ടിടയൻ കർഷകന് പറയാനുള്ളത്, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് നാദം കേൾപ്പിക്കും. എങ്ങോട്ടാ ഇത് പോയി പറയുന്നത്? സിയോനെ അംഗീകരിക്കാത്ത, യെരൂശലേമുമായിട്ട് മത്സരമായി നിൽക്കുന്ന വടക്ക്. പൊളിറ്റിക്കലി നോക്കിയ ദിസ് ഇസ് സൂയിസൈഡൽ. ഏത് മനുഷ്യൻ ചെയ്യും? സമാധാനമായിട്ടിരിക്കുകയാണെന്ന് 2 ട്രൈബ്സ്. അവരവരുടെ കാര്യം നോക്കി തെക്കിൽ ജീവിക്കുക. വടക്കുകാർ അവരുടെ കാര്യം നോക്കി അവിടെ ബഥേലും ഗിൽഗാലും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുക. തെക്ക് നിന്നൊരു വ്യക്തി പറയുക, ഞാൻ കേട്ടു സിംഹഗർജനം, ഇവിടുന്ന് തെക്കിൽ യെരൂശലേമിൽ ഞാൻ കേൾക്കുന്നു, ഞാൻ പോവാ, ഞാൻ വടക്കോട്ട് പോവാ. സുബോധമുള്ളവർ പറയും, നിർത്തി. ആർ യു ഇൻ യുവർ സെൻസസ് ടു ഡു ദിസ്? It took 180 years to have peace. ഈ 10 ഗോത്രങ്ങളും ഈ 2 ഗോത്രങ്ങളും പൊളിറ്റിക്കലി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ 180 വർഷം എടുത്തു. നീ ഇപ്പോ ഒരു ഉണർവ് തുടങ്ങിയിരിക്കുക. ഈ തെക്കിൽ നിന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നീ വടക്കിലോട്ട് പോകുക. ആർ യു ഓഫ് യുവർ ഹെഡ് ടു ഡു ദിസ്? ഡു യു നോ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഇഫ് യു ഡു ദിസ്? ഇത് തെക്കോവ നോൺ ആയിരുന്നു ആസ് എ ഫോർട്ടിഫൈഡ് സിറ്റി. അറ്റാക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വടക്കിൽ നിന്നുള്ള അറ്റാക്കിനെ തടയാൻ വേണ്ടി തെക്കിന്റെ ബൗണ്ടറിയിലുള്ള ഒരു സ്ഥലമാണ് തെക്കോവ. അവിടെ ബിഗ് വാൾസ് ഉണ്ട്, വലിയ മതിൽ, വലിയ ഗേറ്റുകൾ. വടക്ക് നിന്നും ആരും ഇങ്ങോട്ട് വരരുത്. സംരക്ഷിച്ചു നിൽക്കുന്ന ഈ തെക്കോവയിൽ നിന്നും ഒരാള് സ്ലിപ്പ് ചെയ്യുക, ഈ വലിയ മതിൽ നിന്നും മാറി, ഐ എം ഗോയിങ്. ആൾക്കാർ വഴിമധ്യേ ചോദിക്കും, സാറേ ജീവനോടെ തിരിച്ചു വരുമെന്ന് കരുതണ്ട. നിങ്ങൾ ഈ പോയി ചെയ്യാൻ പോകുന്ന ഈ മിനിസ്ട്രി നിങ്ങളുടെ അവസാനമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോ ആഴമായി ദൈവം എൻ്റെ ഹൃദയത്തിൽ ഈ ആമോസിനെ കുറിച്ചും തെക്കോവയിൽ നിന്നുള്ള യാത്രയെക്കുറിച്ചും ഇടപെട്ടു. എന്താ ഇടപെട്ടതെന്നറിയാമോ?
SFCNA കോൺഫറൻസിൽ വന്നിരിക്കുന്ന നിങ്ങളിൽ ചിലരെ ദൈവം തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. എന്തോ തെരഞ്ഞെടുപ്പാണെന്നറിയോ? മറ്റാരും കേൾക്കാത്ത ഗർജനം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കേൾപ്പിക്കും. ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല. എല്ലാരും ഈ സമൃദ്ധിയിൽ പുളകം പൂട്ടിരിക്കുമ്പോ ചില ദിവസങ്ങൾ അവധിയെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം, ചില രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഇന്റർസെഷൻ ചെയ്യാൻ ഒരാത്മഭാരം. നിങ്ങൾ ഭാര്യയോട് പറയും, എടീ എന്തോ സംഭവിക്കുന്നു, എനിക്ക് കേൾക്കാം ഒരു ഗർജനം, എനിക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. I am going, I am stepping out. Whatever comes, it doesn't matter. ഈ സിംഹഗർജനത്തെക്കാട്ടിൽ വലുതൊന്ന് ഇനി സംഭവിക്കാനില്ല. എന്റെ സുരക്ഷയെക്കാട്ടിൽ, എന്റെ കംഫർട്ടിനെക്കാട്ടിൽ, എന്റെ അസറ്റ്സിനെക്കാട്ടിൽ I value the roar of the lion. ഈ സിംഹത്തിന്റെ ഗർജനമാണ് ഈ വ്യക്തിയുടെ ഫ്യൂവൽ. പോകുന്ന വഴി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ, ഡിഡ് ഗോഡ് സ്പീക്ക്? ആമോസ് പിന്നെയും പറയും, യെസ്, സ്റ്റിൽ ഐ ക്യാൻ ഹിയർ ദ റോർ ഓഫ് ദ ലയൺ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പ്രിപ്പയർഡ് ആണോ? ഈ ദിവസങ്ങളിൽ ആ ഗർജനം എന്ന് പറഞ്ഞാൽ ദ അർജന്റ് വോയിസ് ഓഫ് ഗോഡ്, ഒരു കിങ്ഷിപ്പിനെ കാണിക്കുന്ന, ഇമ്മീഡിയറ്റ് ആക്ഷനെ കാണിക്കുന്ന, അതോറിറ്റിയെ കാണിക്കുന്ന, അതിന് വലുതായി ഒന്നുമില്ല. ഏറ്റവും സുപ്രീമായ വ്യക്തി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് പറയുന്ന ഗർജനം, അവന്റെ ശബ്ദം, അത് കേട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ. പറയുമ്പോൾ ഞാൻ ഇതൂടെ പറയട്ടെ, നിങ്ങളിൽ ചിലരെ മിഷണറീസ് ആയിട്ട് ദൈവം കണ്ടിട്ടുണ്ട്. ഭയപ്പെട്ടിരിക്കേണ്ട. ഈ സുരക്ഷിതമായ ഭിത്തിയിൽ നിന്ന്, ഈ വലിയ ഗേറ്റിൽ നിന്ന് come out, you will see the hand of God on you. ഈ മതിലിനകത്തല്ല നിന്റെ സുരക്ഷ, ഈ ഗേറ്റിനകത്തല്ല നിന്റെ സുരക്ഷ. ഇതിന്റെ വെളിയിൽ നീ വരുമ്പോ നീ കാണും, ഈ ഗർജിച്ചവൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഈ ഗർജിച്ചവൻ ലയൺ ഓഫ് ജൂഡ, ഈ ദൈവം, ശക്തിയുള്ള ദൈവം നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ രാത്രി നിൽക്കുമ്പോ ഈ ഗർജനം ഞാൻ കേട്ടു 20 years back. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ICPF ക്യാമ്പിലായിരുന്നു. I heard the roar of the lion. അന്ന് ഞാൻ തീരുമാനിച്ചു, my life I dedicated for the glory of God, for the service of God, for the preaching of God's word. ഈ 20 വർഷം ഞാൻ അനുഭവിച്ചു the roar of the lion. ആ സിംഹത്തിന്റെ ഗർജനം എന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. യഥാർത്ഥ പ്രീച്ചിങ് എന്ന് പറയുന്നത് ചെന്നായ്ക്കളുടെ കൂക്കലല്ല, സിംഹത്തിന്റെ ഗർജനമാ യഥാർത്ഥ പ്രസംഗം. യഥാർത്ഥ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് പറഞ്ഞ് കൈയടിപ്പിക്കുന്ന കർണരസകരമായ കാര്യങ്ങളല്ല. അത് ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളുടെ കൂക്കല. നമുക്ക് സഭയുടെ ഉള്ളിൽ വേണ്ടിയത് ചെന്നായ്ക്കളുടെ കൂക്കലല്ല, ഗർജിക്കുന്ന സിംഹത്തിന്റെ വോയിസ്. ദൈവത്തിന്റെ, വിശുദ്ധനായ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം. ഇന്ന് രാത്രി അത് കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ കൊണ്ടൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. അവരെ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ. തെക്കിൽ നിന്നും വടക്കിലോട്ട് പോകുമ്പോ സംഭവിക്കാം എന്നൊരു ഡേഞ്ചറോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പലരും തെക്കിൽ നിന്ന് യാത്ര തുടങ്ങും. ഭയങ്കര സിംഹഗർജനമൊക്കെ കേട്ടോണ്ടാ യാത്ര തുടങ്ങും. പക്ഷെ വടക്ക് ചെന്നപ്പോ എന്തോ കണ്ടത്? വടക്ക് ചെന്നപ്പോ കണ്ടത് അരമന. വടക്ക് ചെന്നപ്പോ കണ്ടത് വലിയ കട്ടിൽ. വടക്ക് ചെന്നപ്പോ കണ്ടത് നല്ല പെർഫ്യൂം. തെക്കോവയിൽ നിന്നും യാത്ര ചെയ്ത പല ആമോസുമാരും
വടക്ക് ബേതേലിൽ ചെന്നപ്പോ ദൂത് മാറി. പലരുടെയും ദൂത് ഫ്ലൈറ്റിൽ തന്നെ മാറാറുണ്ട്. തെക്ക് തെക്കോവയിൽ നിന്ന് ഭയങ്കര പ്രാപിച്ചു. പക്ഷെ ഫ്ലൈറ്റിലോട്ട് കയറിയപ്പോ ദൂത് മാറി. ബേതേലും ഗിൽഗാലും കണ്ടപ്പോ യോ എന്തോ സെറ്റപ്പാ ഇത്, ഇവിടൊന്നും പോയി ഇത് പറയണ്ട. ഏത് ഗർജിക്കുന്ന സിംഹം അടുത്തോട്ട് വരുന്നുവെന്ന് നമ്മൾ പറഞ്ഞാലും കേൾക്കത്തില്ല. പക്ഷെ ഈ ദൈവം അയച്ച ആമോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ബേഥേലിനെ നോക്കി 3:14 വാക്യം, ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം, അടുത്ത കേൾക്കണം, ഞാൻ ബേഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. തെക്ക് തെക്കോവയിൽ നിന്നുള്ള ആമോസിന്റെ ദൂതു മാറിയില്ല. ബേഥേലിന്റെ പടിവാതിക്ക് ചെന്നപ്പോ ബേഥേലിനെ നോക്കി പറയാ, യെസ്, ഉൽപ്പത്തി പുസ്തകം കണ്ടല്ലോ 28:16-17. അന്ന് ജേക്കബ് പറഞ്ഞായിരുന്നു, ഓ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഹിയർ. അതുണ്ടായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് പേര് മാത്രമേ ഉള്ളൂ, അവിടെ ദൈവ സാന്നിധ്യമില്ല എന്ന് വിവേചിച്ചുകൊണ്ട് പറയുവാനായി ദൈവം ഈ തലമുറയിലും അന്വേഷിക്കുന്നു. ആമോസുമാരുണ്ടോ? ഒന്നും പറയാനില്ല. ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, പാസ്റ്ററുടെ മകനല്ല. ഉള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, തെക്കോവയിൽ നിന്ന് തെക്കിൽ നിന്നും ഗർജനം കേട്ട് ധൈര്യത്തോടെ ഇറങ്ങുന്ന ആമോസുമാരെ ഇന്ന് രാത്രിയിലും ദൈവം അന്വേഷിക്കുന്നു. ഇറ്റ്സ് നോട്ട് യുവർ ക്വാളിഫിക്കേഷൻ, ഇറ്റ്സ് നോട്ട് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. God wants to take you and use you in this generation for the glory of God. ഈ സന്ദേശത്തോളം ബന്ധത്തിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ചിന്തിച്ചു. പലപ്പോഴും നമ്മൾ വേദിയിൽ കാണുന്നത് പലരും പാസ്റ്റേഴ്സിന്റെ മക്കളും 3rd ജനറേഷൻ 4th ജനറേഷൻ ഒക്കെ മിനിസ്ട്രി ആ ഒരു കുടുംബ ഇതിലുള്ളവരാണ്. എന്നാൽ ഈ വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, അന്ത്യകാലത്ത് ദൈവം ഒരു കൂട്ടരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവർക്ക് പറയാൻ ഒരു പാരമ്പര്യവും കാണത്തില്ല. അവർക്ക് പറയാൻ ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അവർക്കുള്ള ഏക ക്വാളിഫിക്കേഷൻ, ഞാൻ കേട്ടു സിംഹത്തിന്റെ ഗർജനം, എന്നെ ഇനി പിടിക്കരുത്, ഈ മതിലിനകത്ത് ഞാൻ നിൽക്കത്തില്ല. I am coming out, I am going to north, I will proclaim the voice of God to the people of God. തയ്യാറാകണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാർ തയ്യാറാകണം. God wants to pick you as a firebrand in the last days for His glory, not for your name, not for your title, for His glory. He is looking for a generation who will fear only God and the roaring of the lion. ആ സിംഹത്തിന്റെ ഗർജനം മുറിക്കകത്ത് കേട്ടവരുടെ മുമ്പിൽ നിന്ന് ഗർജിച്ച് കാണിച്ച അവര് മുട്ടുമടക്കത്തില്ല. നിനക്ക് ഓർഡിനേഷൻ തരത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുട്ടുമടക്കത്തില്ല. They have heard the roar of the lion. സിംഹത്തിന്റെ ഗർജനം കേട്ട ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു. ആമോസ് പ്രവാചകൻ ഗിൽഗാലിൽ ഭയങ്കര ഉണർവ. ഗിൽഗാൽ എന്ന് പറയുമ്പോൾ ജോഷുവയുടെ സമയത്ത് കവനന്റ് റിന്യൂ ചെയ്ത സ്ഥലമാണ്. ബേഥേൽ പ്രസൻസ് ഓഫ് ഗോഡ് പോലെ ഗിൽഗാല് കവനന്റ് റിന്യൂ ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഈ മനുഷ്യൻ, ഈ ആട്ടിടയൻ, ഈ കർഷകൻ, ഒരു ക്രിഡൻഷ്യലും പറയാനില്ലാത്ത ആള് ഗിൽഗാലിനെ നോക്കി പറയാണ് 4:4, ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ. ഇത് ദൈവം പറയാ, ബേഥേലൊന്നും പോകുന്ന ഇത് വർഷിപ്പൊന്നുമല്ല. ഇത് എന്റെ നോട്ടത്തിൽ ദൈവം പറയാ, ഇത് അതിക്രമമായി കാണിക്കുന്നത്. ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പീനെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത് കേട്ടോണ്ട് ഇരിക്കുമോ അവിടത്തെ ആള്? അവിടെ ആൾക്കാരുണ്ട്. 7:12-13 ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനറേഷനെ ദൈവം അന്വേഷിക്കുന്നു എന്ന്. കുടുംബത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ ക്രിഡൻഷ്യൽ ഇതൊന്നും അല്ല. സിംഹത്തിന്റെ ഗർജനം കേട്ട്
മതിലിന്റെ വെളി വരാൻ തയ്യാറായ റിസ്ക് എടുക്കുന്ന ഒരു ജനറേഷൻ. ആ ജനറേഷനെ അന്നും ഇന്നും അമസ്യാവന്മാരുണ്ട്. 7:12-13 എന്നാൽ ആമോസിനോട് അമസ്യാവ് ഈ തെക്ക് നിന്നും അങ്ങോട്ട് പോയതാണ് ദൂത് പറയാൻ. വടക്കേ പുള്ളി പറയുക, അമസ്യാവ് പറയുക, എടോ ദർശക. എങ്ങനെയുണ്ട് ഭാഷ? എടോ ദർശക. വല്ല ആടിനെ നോക്കണ്ട ആള്, കർഷക വൃത്തി ചെയ്ത് ജീവിക്കേണ്ട ആള്, എടോ ദർശക, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ശുശ്രൂഷിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഗോ ബാക്ക്. നീ ഇങ്ങോട്ട് വരികയാണോ വടക്കിലോട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ? യഹൂദ ദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് വേണേ ജീവിച്ചോണം, ഇങ്ങോട്ട് വരണ്ട. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ. ഈ ആമോസിനെ തിരിച്ചു വിടാനൊക്കുവോ? വിടാനൊക്കത്തില്ല. കാരണം ആമോസിന്റെ ടെസ്റ്റ് മണി എന്താണെന്നറിയാം? യെരുശലേമിൽ അസറിയ ഉണ്ടായിരുന്നു, അവനല്ല ഗർജനം കേട്ടത്. വടക്കിൽ അമസ്യാവുണ്ട്, അവനുമല്ല ഗർജനം കേട്ടത്. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഞാൻ ഈ ഗർജനം കേട്ടു. അമസ്യാവിനില്ലാത്തൊരു വെളിപ്പാട്, അസറിയാവിനില്ലാത്തൊരു വെളിപ്പാട് ആമോസേ നിനക്ക് കിട്ടിയെങ്കിൽ നീ ഭയക്കണ്ട, നീ വിളിച്ചു പറയണം. രണ്ടുപേർ ഒരുമിച്ചല്ലാതെ എങ്ങനെ നടക്കും? നീ കയ്യെ പിടിച്ച ആളിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നീ നടന്നില്ല എങ്കിൽ ആമോസ് പറയും, അവന്റെ കൈ നിന്റെ മേൽ ഭാരമാകും, അവൻ തീയാൽ നിന്നെ നശിപ്പിക്കും. That is the prophetic voice of God even in this generation. 3 ചോദ്യങ്ങളാ. അയ്യോ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, you are chosen. God, why did you do this? I am not just loving and forgiving, I am a consuming fire. I am holy. Why Amos? അതിന്റെ മറുപടി, അസറിയാവുമാരുടെ കാത് ശരിയല്ല, അമസ്യാവുമാരുടെ കാതിൽ ഗർജനം കേൾക്കുന്നില്ല. ദൈവം അന്വേഷിക്കുക ഈ രാത്രിയിലും ദൈവത്തിന്റെ ഹൃദയം കേൾക്കാനായി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അത് ബൈബിൾ കോളേജിൽ ചിലപ്പോൾ കിട്ടത്തില്ല. ആരോടുമുള്ള അസൂയയിലല്ല ഞാൻ പറയുന്നത്, ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നയാളാ. പക്ഷേ ബൈബിൾ കോളേജിൽ ഈ ഗർജനം കേൾക്കണമെന്നില്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത കുറെ പേരുണ്ട്, അവർക്ക് ലോകപ്രകാരം ഒന്നും കാണത്തില്ല. എന്നാൽ അവർ ഈ ഗർജനം കേട്ട് കഴിയുമ്പോ they will step out and walk to the north, walk to the north, walk to the north. Thus saith the Lord. ദൈവം പറയുന്നു എന്ന് പറഞ്ഞ് ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കാനായി ആമോസന്മാരെ എഴുന്നേൽക്കണം. ആമോസന്മാരെ എഴുന്നേൽക്കണം. വിശുദ്ധ ജനമായി നമുക്ക് എഴുന്നേൽക്കണം. SFC എന്നെ 19ാമത് കോൺഫറൻസിൽ മിഷണറിമാർ എഴുന്നേൽക്കുന്ന ഒരു കോൺഫറൻസ് ആകട്ടെ. ദൈവമേ, എന്നെ എടുക്കണമേ, എന്നെ അയക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അങ്ങനെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. Lord, send me, use me. Rabahadana kachana mariatoro, Raitana makachatarianabo, Ratuniana kachaparabana. സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു. Come out of your comfort zone. നിന്റെ സുരക്ഷിത വലയത്തിൽ നിന്നും വെളിവ. അവന്റെ വഴി നീ കാണട്ടെ, അവന്റെ വഴി നീ അനുഭവിക്കട്ടെ.